أعوذ بالله من الشيطان الرجيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുന്നൂറിലെ 55, 56 സൂക്തങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. ലോകത്ത് വിശ്വാസികളായ ആളുകൾ അവരുടെ മനസ്സിൽ സദാ കാത്തു സൂക്ഷിക്കേണ്ടുന്ന വചനങ്ങളാണ് ഈ 2 സൂക്തങ്ങളും. പ്രത്യേകിച്ച് ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുസ്ലിം ഉമ്മത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അവയുടെയെല്ലാം പരിഹാരങ്ങൾ തേടി വിവിധങ്ങളായ പരിഹാരമാർഗങ്ങളെ സംബന്ധിച്ച് പലരും പറയുകയും അത് സംബന്ധമായ ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്ത് വിശ്വാസികൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഈ സൂക്തങ്ങളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇത്രത്തോളം ഒരു സമൂഹം മറ്റുള്ള ആളുകളുടെ കരങ്ങളാൽ അപമാനിക്കപ്പെടുകയും എല്ലായിടങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഭീതി പരത്തുന്ന വാർത്തകൾ അഥവാ ഇസ്ലാമിക് ഫോബിയ എന്ന് പറയുന്ന നിലയ്ക്ക് ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ ജനമനസ്സുകളിൽ ഒരു ഭീതിയും പേടിയുമൊക്കെ പടർത്തുന്ന നിലയ്ക്ക് വലിയ ഒളിയ അജണ്ടകൾ ഒളിപ്പിച്ചു വെച്ച് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നാമാവശേഷമാക്കണം എന്ന ദുരുദ്ദേശം ഉള്ളിൽ വെച്ച് എല്ലാവിധത്തിലും അവരെ തേജോവധം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിങ്കൽ നിന്നുള്ള വിജയവും അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ഇസ്സത്തും അന്തസ്സും അധികാരവും തങ്ങളുടേതായ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള സ്വാതന്ത്ര്യവും സ്വാധീനവും ഒക്കെ ലഭിക്കുവാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പല വചനങ്ങളിൽ ഒരു വചനമാണിത്. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ കാലഘട്ടത്തിൽ നമ്മളേറെ കണ്ണും കാതും ഖൽബും കൊടുത്ത് ചിന്തിക്കേണ്ടുന്ന വചനമാണിത്. എന്താണ് ഇവിടെ അല്ലാഹു തആല പറയുന്നത്? നമുക്കതിൻ്റെ ആദ്യ ഭാഗം, അതിൻ്റെ അർത്ഥം പറഞ്ഞു പോകാം. അള്ളാഹു പറയുന്നു, വഅദല്ലാഹ്, അള്ളാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. വഅദ എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം ചെയ്തു. പിന്നെ മുദാരിയാണ് യഈദു.
വല്ലാഹു യഇദുക്കും മഗ്ഫിറതൻ മിൻഹു വഫദ്ല എന്ന് സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അള്ളാഹു നിങ്ങളോട് പാപമോചനം, അവൻ്റെ ഔദാര്യമൊക്കെ നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്നു. അപ്പോൾ വഅദ എന്നുള്ള ആ മാളിയുടെ മുദാരിഅ് യഇദു ആണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കരാറാണ്, റബ്ബിൻ്റെ വാഗ്ദത്തമാണ്. ആരോട്? അല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി. അല്ലദീന ആമനൂ, മുഅ്മിനുകളോട്, വിശ്വസിച്ചവരോട്, വിശ്വാസികളോട്, മിൻകും നിങ്ങളിൽ നിന്നുള്ള വിശ്വാസികളോട് അള്ളാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. വെറും വിശ്വാസം മാത്രമല്ല, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട്. അപ്പം നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് അള്ളാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്താണവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി, ലയസ്തഖ്ലിഫന്നഹും, തീർച്ചയായും അതല്ലെങ്കിൽ നിശ്ചയമായും അവർക്ക് പ്രാതിനിധ്യം നൽകുന്നതാണ് എന്ന കാര്യം. ഇസ്തഖ്ലഫ, പ്രാതിനിധ്യം നൽകി. ഒരു കൂട്ടർ പോയിട്ട് വേറൊരു കൂട്ടർക്ക് അധികാരവും സ്വാധീനവുമൊക്കെ നൽകി ആ പോയ കൂട്ടരുടെ പിൻഗാമിത്വം നൽകലാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ലയസ്തഖ്ലിഫന്നഹും, അവർക്ക് അള്ളാഹു നിശ്ചയമായും എന്തു കൊടുക്കും? പ്രാതിനിധ്യം നൽകുന്നതാണ്, അധികാരവും സ്വാധീനവുമൊക്കെ നൽകുന്നതാണ്. എവിടെ? ഫിൽ അർളി, ഭൂമിയിൽ. ഏതുപോലെ? കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, ചേർത്ത് വായിക്കുമ്പോൾ കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയത് പ്രകാരം, അല്ലെങ്കിൽ അവരുടെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ. മിൻ ഖബ്ലിഹിം, അല്ലദീന മിൻ ഖബ്ലിഹിം എന്ന് പറഞ്ഞാൽ അവർക്ക് മുമ്പുള്ളവർക്ക്. തീർന്നില്ല. ഒന്നാമത്തെ ഓഫർ, ഒന്നാമത്തെ വാഗ്ദത്തം അതാണ്. രണ്ടാമത്തെ കാര്യം വലയുമക്കിനന്ന ലഹും, മക്കന യുമക്കിനു, സ്വാധീനം നൽകുക. വലയുമക്കിനന്ന, നിശ്ചയമായും അവൻ അവർക്ക് സ്വാധീനം നൽകുകയും ചെയ്യും. വലയുമക്കിനന്ന ലഹും, ആ പ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞോടത്തും നോക്കണം. വലയസ്തഖ്ലിഫന്നഹും, കേവലം പ്രാതിനിധ്യം നൽകുമെന്നൊന്നുമില്ല. ആ പ്രയോഗത്തിൽ നീ തീർച്ചയായും അവർക്ക് പ്രാതിനിധ്യം നൽകുക തന്നെ ചെയ്യും എന്ന രൂപത്തിൽ വളരെ ശക്തമായ നിലക്കാണ് പറയുന്നത്. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ. വലയുമക്കിനന്ന, കണ്ടോ, എല്ലാ തുടക്കത്തിൽ വന്നു. യുമക്കിനന്ന എന്ന അവസാനം തൗക്കീദിന്റെ നൂന് എന്നാണ് പറയുക, ശക്തിപ്പെടുത്തുന്ന നൂന്. വലയുമക്കിനന്ന ലഹും, നിശ്ചയമായും അവർക്ക് സ്വാധീനം നൽകുകയും ചെയ്യും. അവർക്ക് സ്വാധീനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തിന്? ദീനഹും, അവരുടെ മതത്തിന്. അവർക്ക് അവരുടെ ദീനനുസരിച്ച് ജീവിക്കാൻ, അവരുടെ ദീനിനെ പ്രബോധനം നടത്താൻ, അവരുടെ ദീനനുസരിച്ച് അത് പ്രചരിപ്പിക്കാൻ, അതിനൊക്കെയുള്ള സ്വാധീനം അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ വാഗ്ദത്തം. വലയുമക്കിനന്ന ലഹും, നിശ്ചയമായും അവർക്ക് സ്വാധീനം നൽകുകയും ചെയ്യും. ദീനഹും, അവരുടെ മതത്തിന്. ഏതാണ് ആ മതം? അല്ലദിർതളാ ലഹും, അവർക്കവൻ തൃപ്തിപ്പെട്ട് കൊടുത്തിട്ടുള്ള മതം. അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ട് തന്നിട്ടുള്ള മതം ഏതാണ്? അത് ദീനുൽ ഇസ്ലാമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ.
നിങ്ങൾക്ക് ഞാൻ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അപ്പൊ അള്ളാഹു അവർക്ക് അല്ലദീ ഇർതദാ, അവൻ തൃപ്തിപ്പെട്ടു കൊടുത്തിട്ടുള്ള, ലഹും അവർക്ക്, അപ്പൊ അവർക്ക് അവൻ തൃപ്തിപ്പെട്ടു കൊടുത്തിട്ടുള്ള ആ മതത്തിനവൻ സ്വാധീനം നൽകുകയും ചെയ്യും. അവിടെ രണ്ടാമത്തെ വാഗ്ദത്തം. മൂന്നാമതായി വലയുബദ്ദിലന്നഹും, ബദ്ദല യുബദ്ദിലു, വലയുബദ്ദിലന്നഹും, അവർക്ക് പകരം നൽകുകയും ചെയ്യും, ബദൽ നൽകുകയും ചെയ്യും. മിൻ ബഅദി ഖൗഫിഹിം, എന്തിനു പകരം? അവരുടെ ഭയത്തിന് ശേഷം. മിൻ ബഅദി ഖൗഫിഹിം, അവരിപ്പോൾ പേടിയിലാണ്, ആ പേടിയൊക്കെയാണ് പോകും. അവരുടെ ഭയത്തിൻ്റെ ശേഷം എന്ത് പകരം നൽകുക തന്നെ ചെയ്യുമെന്നാ അല്ലാഹു പറയുന്നത്. അംനാ, നിർഭയത്വത്തെ പകരം നൽകും. അംന്, നിർഭയത്വം, അഭയം, നിർഭയത്വം എന്നൊക്കെ അംനിന് അർത്ഥം.